ഞാൻ അവരെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നല്ലേ നിനക്കറിയണ്ടേ? സംവൃതയുടെയും ഗോകുലിന്റെയും കല്യാണം നടത്താനാ ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. രണ്ടു ദിവസം ഞങ്ങളോടുണ്ടാവില്ല. കുറച്ചു നാളായി സമൃദ്ധയും കൂട്ടി എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്ന് വിചാരിക്കുന്നേ. ഇതുവരെ എന്നെ സമയം കിട്ടിയില്ല. ഇപ്പൊ ഒരു അവസരം കിട്ടി, അത് മുടക്കണ്ടെന്ന് വിചാരിച്ചു. ആ പോയിട്ട് വരട്ടെ. ഇവരുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് കരുതി രാജീവിന്റെ ഒരു കാര്യത്തിനും ഒരു കുറവും വരില്ല. എല്ലാം ശിശിരേച്ച പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏത് സ്ഥലത്തേക്കാന്ന് വെച്ചാല് അവന്തിക എല്ലാം പ്ലാൻ ചെയ്യുന്നതേ. എന്താ രാജീവേ? എന്താ അവന്തിക ഞങ്ങളോട് വരുന്നുണ്ടോന്നോ? ഉണ്ടല്ലോ. അവന്തിക യാത്ര പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. അവന്തിക പുറത്ത് ചേച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കാം. എന്താ എന്താ രാജീവേ? എനിക്കൊന്നും കൊണ്ട് മനസ്സിലാവുന്നില്ല. രാജീവ് എന്താ ഉദ്ദേശിച്ചേ? വേണ്ടെന്നോ? അതെന്താ രാജീവേ? ആഹാ, ഗോകുല രാജീവിനോട് യാത്ര പറയായിരുന്നോ? ആ, നമ്മള് പോയി കഴിഞ്ഞാ പിന്നെ രാജീവും ശിശിരയും മോളും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ആ പിന്നെ രാജീവ് ഇപ്പൊ പഴയ ആളൊന്നും അല്ല കേട്ടോ, ആളാകെ മാറി. അതെനിക്കറിയാം. ഒരു മാറ്റം നല്ലതാ അല്ല രാജീവേ? എന്നാ ഞാൻ പോയി പാക്ക് ചെയ്ത ബാഗൊക്കെ താഴെ എടുത്ത് വെക്കാം. ശരി രാജീവ്. അമ്മേ വാ. എനിക്ക് പിന്നെ പോയി പാക്ക് ചെയ്യട്ടെ. എന്താ രാജീവേ, എന്തെങ്കിലും പറയാനുണ്ടോ? പേടിയുണ്ടോ രാജീവിന്? എന്തിനാ പേടിക്കുന്നേ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ അവിടെയാണെങ്കിലും രാജീവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ ശ്രദ്ധിച്ചോളാം. ശിശിര എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ തന്നെ ചെയ്തോളൂ. ഈ 2 ദിവസം മാത്രമല്ല, ഇനി എന്നും അവൾ അങ്ങനെ തന്നെ ആയിരിക്കും. അവളെ നല്ലൊരു ഭാര്യയാക്കി ഞങ്ങള് രാജീവിന് തരും. എങ്കിൽ പിന്നെ പോയി പാക്ക് ചെയ്യട്ടെ. ശരി.
രാജീവേ, ഗോകുലിനോടെല്ലാം പറഞ്ഞല്ലോ അല്ലേ? യാത്രയുടെ കാര്യങ്ങള് നീ കൊള്ളോ? എന്താ? ഞാൻ അവരുടെ കൂടെ പോകുന്നോന്നോ? നീ എന്താ വിചാരിച്ചേ? ഞാനില്ലാതെ അവരെ നിന്നെ തനിച്ചു വിടുമെന്നോ? ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടത്താൻ വേണ്ടിയാ അവരെയും കൊണ്ടൊരു യാത്ര പോകുന്നത്. ഞാൻ അവരെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നല്ലേ നിനക്കറിയണ്ടേ? സംവൃതയുടെയും ഗോകുലിന്റെയും കല്യാണം നടത്താനാ ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. ഇവിടെ കിടന്നുകൊണ്ട് നിനക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നിന്റെ മനസ്സിന് എന്നോടുള്ള പകയൊക്കെ എനിക്കറിയാം. അതൊക്കെ തൽക്കാലം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ അവസ്ഥയില് ആരോടെങ്കിലും വലുതും പറയാൻ ശ്രമിച്ച എല്ലാത്തിനുള്ള പ്രതിഫലം നീ എന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് ആയി എന്റെ കമ്പനിയുടെ ഷെയറുകൾ കൈപ്പറ്റിയത് ഞാൻ തുറന്നങ്ങ് പറയും. അതോടെ കിടന്ന കിടപ്പില് നിന്നെ ഇവരും കൂടി അങ്ങ് ഉപേക്ഷിക്കും. അവധിക വേഗം ചെല്ലേ, അവര് വെയിറ്റ് ചെയ്യാ. അപ്പൊ രാജീവേ, എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വന്നിട്ട് കാണാം. ഇങ്ങനൊരു യാത്ര എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു അല്ലേ മോനെ? അതെ അതെ. ഓഫീസിൽ നിന്ന് ഒരു ദിവസങ്ങളൊന്നും മാറി എന്നിട്ട് ഇത്ര നാളായി. ഞാനും ഈ വയസ്സുകാലത്ത് വീട്ടിലിരുന്ന് മടുത്തു.